ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു ബർത്ത്ഡേ ദിവസത്തിലൂടെ ഞാൻ ദേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. രാവിലെ ലച്ചുവിനെ ഹോസ്പിറ്റലിലാക്കി ഞാൻ ഊബറോടെ ഇറങ്ങി. രാത്രി ചെറിയ കേക്ക് കട്ടിങ് വെച്ചു. ഞാനും കൂടി മാത്രമായിട്ടൊരു കേക്ക് കട്ടിങ് സർപ്രൈസായിട്ട് അവൾ വാങ്ങിച്ചൊളിപ്പിച്ച് വെച്ച് കട്ട് ചെയ്തതാണ്. സാധാരണ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്പരം പറയും കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ. പക്ഷെ ഇതോള് സർപ്രൈസായിട്ട് വാങ്ങിച്ച് കട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും അല്ലാതെയൊക്കെ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ദിവസം നിങ്ങൾ ഓർത്ത് ഒരു ചെറിയ സമയം എന്നെ വിഷ് ചെയ്യാൻ മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ പുതുമയുള്ളൊരു കാര്യമല്ലെങ്കിൽ കൂടിയും ഞാൻ ഒരു സ്പെഷ്യലായി കണ്ട ഒന്നാണ് ലച്ചു എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് ഒരു വിഷിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത്, കുറച്ച് പേരെ വിളിച്ച് വിഷിംഗ് വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ രാത്രി 12 മണിന് അവളെല്ലാവരും വിഷിംഗ് വീഡിയോ കാണിച്ചു തന്നു. പലരെ മിസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആ ഒരു വീഡിയോസ് കണ്ടത്. പല വിഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് സന്തോഷവും ചെറിയ വിഷമവും തോന്നി. പലരെയും ഒരുപാട് നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീതി ചേച്ചിയുടെ ഒരു വലിയൊരു വിഷ്, ഏകദേശം 5 മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു വിഷ്, അതും കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു ശരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ അവൾ ചെറിയൊരു വിഷിങ് വീഡിയോ ചോദിച്ചപ്പോഴത്തേക്കും ഒരു എന്നെപ്പറ്റിയൊരു ഡീറ്റെയിൽ റിവ്യൂ എന്ന രീതിയിൽ ചേച്ചി ചെയ്തിട്ടുണ്ടായി. അത് 12 മണിക്ക് അവൾ അപ്പം തന്നെ കേൾപ്പിച്ചു തന്നപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ ലച്ചു എന്നെ കൊളാബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായ വീഡിയോ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ദിവസം ഇനി ഇങ്ങനെ കടന്നു പോകുന്നു. വൈകുന്നേരം ഫാമിലിയായിട്ട് ഒന്ന് പുറത്തു വരാൻ പ്ലാനാണ്. അപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്ന് ഒരു താങ്ക്സ് പറയുന്നത്. നോർമലി ഞാൻ ഒരു സ്റ്റാറ്റസ് ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, താങ്ക്സ് ഓൾ ഫോർ യുവർ ബർത്ത്ഡേ വിഷസ് സ്റ്റാറ്റസ് ഇടാറുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷേ ഇന്നിങ്ങനെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.